കേരളത്തിന്റെ സാമ്പത്തിക ഘടനയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. വ്യവസായവൽക്കരണം, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, സാമൂഹിക നീതി ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സംസ്ഥാനത്ത് നിരവധി പൊതുമേഖലാ സംരംഭങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ കാലക്രമേണ പല സ്ഥാപനങ്ങളും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ഈ സാഹചര്യത്തിലാണ് കടുത്ത സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ കേരള സർക്കാർ തീരുമാനിച്ചത്. ഈ നീക്കം സംസ്ഥാനത്തിന്റെ വ്യാവസായിക മേഖലയിലും തൊഴിൽ രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇന്നത്തെ കഥ തുടങ്ങാം. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കും ആസൂത്രിത വികസനത്തിനും ഊന്നൽ നൽകിയപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിച്ചു. കേരളവും ഈ പാത പിന്തുടർന്നു. വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും സ്വകാര്യ മേഖലയുടെ ചൂഷണം തടയുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന ഉപകരണമായി പൊതുമേഖലാ സംരംഭങ്ങളെ കണ്ടു. തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് കീഴിൽ ആരംഭിച്ച ചില വ്യവസായ സംരംഭങ്ങൾ പിന്നീട് പൊതുമേഖലാ സ്ഥാപനങ്ങളായി വളർന്നു. കേരള സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷം കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ (KSIDC), കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ (കെൽട്രോൺ), കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് (KMML) തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ നിലവിൽ വന്നു. ഇവയിൽ പലതും അതത് കാലഘട്ടങ്ങളിൽ സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. ഉദാഹരണത്തിന് കെൽട്രോൺ ഇലക്ട്രോണിക്സ് മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ സാധ്യമാക്കി. KMML മിനറൽ ബേസ്ഡ് വ്യവസായങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു. ഈ സ്ഥാപനങ്ങൾ ആയിരക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ നൽകി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ലാഭമുണ്ടാക്കുക എന്നതിലുപരി സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നതായിരുന്നു. സാധാരണക്കാർക്ക് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാക്കുക, പിന്നോക്ക പ്രദേശങ്ങളിലേക്ക് വ്യവസായങ്ങൾ കൊണ്ടുവന്ന് പ്രാദേശിക വികസനം സാധ്യമാക്കുക, തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക എന്നിവയെല്ലാം ഇതിൽ പെടുന്നു. എന്നിരുന്നാലും ഈ സാമൂഹിക ലക്ഷ്യങ്ങൾ പലപ്പോഴും സാമ്പത്തിക ലാഭത്തേക്കാൾ മുൻതൂക്കം നേടിയപ്പോൾ പല സ്ഥാപനങ്ങളും സാമ്പത്തികമായി ദുർബലമായി തീർന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. ഒറ്റപ്പെട്ട ഒരു കാരണം കൊണ്ടല്ല ഈ പ്രതിസന്ധി രൂപപ്പെട്ടത്, മറിച്ച് വിവിധ ഘടകങ്ങളുടെ സങ്കീർണമായ സ്വാധീനമാണ് ഇതിലേക്ക് നയിച്ചത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് കാര്യക്ഷമതയില്ലായ്മയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ പോലെ വേഗത്തിലുള്ള തീരുമാനമെടുക്കൽ ഇവിടെ പലപ്പോഴും സാധ്യമല്ല. ഉദ്യോഗസ്ഥ തലത്തിലുള്ള കാലതാമസം, അനാവശ്യമായ ചുവപ്പ് നാട, ഉത്തരവാദിത്തമില്ലായ്മ എന്നിവയെല്ലാം ഉൽപാദനക്ഷമതയെയും പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. പലപ്പോഴും യോഗ്യതയില്ലാത്തവരെ പ്രധാന സ്ഥാനങ്ങളിൽ നിയമിക്കുന്നത് കെടുകാര്യസ്ഥതയ്ക്ക് വഴിവെക്കുന്നു. നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ പഴയ സാങ്കേതിക വിദ്യയിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ആധുനികവൽക്കരണത്തിന്റെ അഭാവം ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുകയും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കുറയ്ക്കുകയും ചെയ്യുന്നു. പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളിൽ മാറ്റം വരുത്താനും പല സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. ഇത് ആഗോള വിപണിയിൽ മത്സരിക്കാനുള്ള കഴിവ് കുറയ്ക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അമിത നിയമനങ്ങൾ നടത്തുന്നതും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നതും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നു. ആവശ്യത്തിന് ജീവനക്കാർ ഉള്ളിടത്ത് പോലും പുതിയ നിയമനങ്ങൾ നടത്തുന്നത് ശമ്പള ചെലവ് വർദ്ധിപ്പിക്കുന്നു. രാഷ്ട്രീയപരമായ താൽപര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് സ്ഥാപനത്തിന്റെ ദീർഘകാല വളർച്ചയ്ക്ക് തടസ്സമാകുന്നു. ജീവനക്കാരെ പിരിച്ചുവിടാനോ കാര്യക്ഷമതയില്ലാത്തവരെ മാറ്റാനോ ഉള്ള ബുദ്ധിമുട്ടുകളും ഈ സ്ഥാപനങ്ങളെ പിന്നോട്ട് വലിക്കുന്നു. വിപണിയിലെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാതെ ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും ഈ കാലഘട്ടത്തിൽ വിപണി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ, പുതിയ ഉൽപ്പന്നങ്ങൾ, മത്സരത്തിന്റെ വർധനവ് എന്നിവയെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങൾ വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് അതിവേഗം മാറാൻ ശ്രമിക്കുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അതിന് കഴിയാതെ വരുന്നു. ഇത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ ആവശ്യകത കുറയ്ക്കുന്നു. ചില സ്ഥാപനങ്ങളിൽ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ധൂർത്തും വലിയ പ്രശ്നമാണ്. അനാവശ്യമായ ചെലവുകൾ, പദ്ധതികളുടെ വൈകൽ, അഴിമതി എന്നിവയെല്ലാം സ്ഥാപനങ്ങളെ നഷ്ടത്തിലേക്ക് തള്ളിവിടുന്നു. സർക്കാരിന്റെ സഹായം എപ്പോഴും ലഭിക്കുമെന്ന ധാരണയും പലപ്പോഴും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്നു. മുൻകാലങ്ങളിൽ നഷ്ടത്തിലായിരുന്നിട്ടും പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ പ്രധാന നയം. തൊഴിൽ സംരക്ഷണം, സാമൂഹിക ഉത്തരവാദിത്തം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയിരുന്നു. എന്നാൽ തുടർച്ചയായ നഷ്ടം സംസ്ഥാന സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കാൻ തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് നയപരമായ മാറ്റം അനിവാര്യമാണെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞത്.
സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD തയ്യാറാക്കിയ റിപ്പോർട്ടാണ് 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിന് പിന്നിൽ. ഈ റിപ്പോർട്ടിൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ലാഭകരമാക്കാൻ സാധിക്കുമോ എന്നും ഇല്ലെങ്കിൽ അവയെ എന്ത് ചെയ്യണമെന്നും വിശദമായി പഠിച്ച് ശുപാർശകൾ നൽകിയിരുന്നു. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ അതായത് CAG റിപ്പോർട്ടുകളും പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മോശം സാമ്പത്തിക സ്ഥിതി എടുത്തു കാണിച്ചിരുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ 54 പൊതുമേഖലാ സ്ഥാപനങ്ങൾ 5245.78 കോടി രൂപയുടെ നഷ്ടം വരുത്തിയതായി CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു. മുൻ വർഷത്തേക്കാൾ ഏകദേശം 800 കോടി രൂപയുടെ വർധനവാണ് നഷ്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വന്തം വരുമാനം കൊണ്ട് പ്രവർത്തിക്കണമെന്ന ധനവകുപ്പിന്റെ നിലപാട് ഈ നയപരമായ മാറ്റത്തിന് പിന്നിലെ ഒരു പ്രധാന ഘടകമാണ്. KSRTCയെ പോലുള്ള വലിയ സ്ഥാപനങ്ങൾക്ക് സർക്കാർ സഹായം നൽകുന്നുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അവ സ്വന്തം കാലിൽ നിൽക്കണമെന്ന നിർദ്ദേശം ശക്തമാണ്. നഷ്ടത്തിലും കാര്യക്ഷമതയില്ലായ്മയിലും പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയ 18 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇവയിൽ പലതും വർഷങ്ങളായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവയാണ്. ആശ്വാസ് പബ്ലിക് അമ്യൂണിറ്റീസ് കേരള പൊതുജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന സ്ഥാപനം. കഞ്ചിക്കോട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാലക്കാട് കഞ്ചിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാണ സ്ഥാപനം. കെൽട്രോൺ കൗണ്ടേഴ്സ്, കെൽട്രോൺ ഗ്രൂപ്പിന് കീഴിൽ കൗണ്ടറുകൾ, മീറ്ററുകൾ എന്നിവ നിർമ്മിച്ചിരുന്ന സ്ഥാപനം. കെൽട്രോൺ പവർ ഡിവൈസസ്, പവർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്ന കെൽട്രോൺ ഗ്രൂപ്പിലെ മറ്റൊരു സ്ഥാപനം. കെൽട്രോൺ റെക്ടിഫയേഴ്സ്, റെക്ടിഫയറുകളും അനുബന്ധ ഉപകരണങ്ങളും നിർമ്മിക്കുന്ന സ്ഥാപനം. കേരള സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചിംഗ് കോർപ്പറേഷൻ, സ്കൂൾ അധ്യാപകർക്കും അനധ്യാപകർക്കും വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടിരുന്ന സ്ഥാപനം. കേരള സ്പെഷ്യൽ റിഫ്രാക്ടറീസ്, വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള താപപ്രതിരോധ വസ്തുക്കൾ അതായത് റിഫ്രാക്ടറീസ് നിർമ്മിച്ചിരുന്ന സ്ഥാപനം. കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രീസ്, മരത്തടികൾ സംസ്കരിക്കുകയും മരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിരുന്ന സ്ഥാപനം. കുന്നത്തറ ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനം. പ്രതീക്ഷ ബസ് ഷെൽട്ടേഴ്സ് കേരള, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്ന സ്ഥാപനം. കേരള പ്രിമോ പൈപ്പ് ഫാക്ടറി, പൈപ്പുകൾ നിർമ്മിച്ചിരുന്ന ഒരു പഴയകാല സ്ഥാപനം. കേരള ഗാർമെന്റ്സ്, വസ്ത്രനിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനം. കേരള ആസ്ബസ്റ്റോസ് സിമന്റ് പൈപ്പ് ഫാക്ടറി, ആസ്ബസ്റ്റോസ് സിമന്റ് പൈപ്പുകൾ നിർമ്മിച്ചിരുന്ന സ്ഥാപനം. കേരള ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ഭവന നിർമ്മാണ മേഖലയ്ക്ക് ധനസഹായം നൽകിയിരുന്ന സ്ഥാപനം. കേരള ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ, സംസ്ഥാനത്ത് അതിവേഗ റെയിൽ പദ്ധതികൾക്ക് രൂപം നൽകാൻ ലക്ഷ്യമിട്ടിരുന്ന സ്ഥാപനം. ഈ സ്ഥാപനം പദ്ധതിയുടെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വലിയ മുന്നേറ്റങ്ങൾ നടത്താതെ വന്നതിനാൽ അടച്ചുപൂട്ടൽ പട്ടികയിൽ ഉൾപ്പെട്ടു. സിഡ്കോ മോഹൻ കേരള, ചെറുകിട വ്യവസായ വികസന കോർപ്പറേഷനുമായി അതായത് സിഡ്കോയുമായി ബന്ധപ്പെട്ട ഒരു സംരംഭം. സിഡ്ടെൽ ടെലിവിഷൻ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം. വഞ്ചിനാട് ലെതേഴ്സ്, തുകൽ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം. ഇതൊക്കെയാണ് ആ 18 സ്ഥാപനങ്ങൾ. കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ, വിപണിയിലെ മത്സരം, കാര്യക്ഷമതയില്ലായ്മ, അമിത നിയമനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം ഈ സ്ഥാപനങ്ങളിൽ പലതും വർഷങ്ങളായി നഷ്ടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇവയെ പുനരുജ്ജീവിപ്പിക്കാൻ പല ശ്രമങ്ങളും നടന്നിരുന്നെങ്കിലും ഫലം കണ്ടില്ലെന്നാണ് സർക്കാർ വിലയിരുത്തൽ. 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുള്ള സർക്കാർ തീരുമാനം വിവിധ തലങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഏറ്റവും വലിയ പ്രത്യാഘാതം നേരിടുന്നത് ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാരാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സർക്കാർ ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം. വിരമിക്കൽ ആനുകൂല്യങ്ങൾ, മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ പരിഗണിച്ചേക്കാം. എന്നാൽ പല ജീവനക്കാർക്കും ഇത് വലിയൊരു ആഘാതമായിരിക്കും. ഈ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് സംസ്ഥാനത്തിന്റെ വ്യാവസായിക മേഖലയിൽ ഒരു ശൂന്യത സൃഷ്ടിച്ചേക്കാം. പ്രത്യേകിച്ച് ചില മേഖലകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്ന കുത്തക ഇല്ലാതാകും. ഇത് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുമെങ്കിലും പൊതുമേഖലയുടെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതോടെ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളുടെയും കടം തീർക്കലിന്റെയും കാര്യത്തിൽ സർക്കാരിന് തുടക്കത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാകാം. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടി വരുന്ന സാമ്പത്തിക സഹായം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്ന ഇടതുപക്ഷ നയത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും തൊഴിലാളി യൂണിയനുകളും ഈ തീരുമാനത്തെ വിമർശിക്കാൻ സാധ്യതയുണ്ട്. ഇത് രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. സാമൂഹികമായി തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതും ചില മേഖലകളിൽ സേവനങ്ങളുടെ ലഭ്യത കുറയുന്നതും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയേക്കാം. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടുന്നതിലൂടെ ശേഷിക്കുന്ന സ്ഥാപനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കാനും ലാഭകരമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്.
ഇതിനായി നിലവിലുള്ള സ്ഥാപനങ്ങളിൽ നവീകരണം കൊണ്ടുവരിക, പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക, വിപണിയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും മാറ്റങ്ങൾ വരുത്തുക, കാര്യക്ഷമമായ ഭരണം ഉറപ്പാക്കുക തുടങ്ങിയ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ചില സ്ഥാപനങ്ങളെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് സ്വകാര്യ മേഖലയുടെ വൈദഗ്ധ്യവും സാമ്പത്തിക സഹായവും പ്രയോജനപ്പെടുത്താൻ സഹായിക്കും. എന്നാൽ ഇത്തരം നീക്കങ്ങൾ പൊതുമേഖലയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാകരുത് എന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നതല്ല, മറിച്ച് അവയെ കൂടുതൽ ശക്തവും സുസ്ഥിരവുമാക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഈ അടച്ചുപൂട്ടൽ തീരുമാനം ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് സർക്കാർ കാണുന്നത്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.